وعن شداد بن أوس رضي الله عنه عن النبي صلى الله عليه وسلم قال سيد الاستغفار أن يقول العبد اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. سيد الاستغفار ഇസ്തിഗ്ഫാറിന്റെ നേതാവ് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. റവാഹുൽ ബുഖാരി, ബുഖാരിയിലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് തന്നെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇത് നമ്മളൊക്കെ കാണാൻ പഠിക്കാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, അൻത റബ്ബി, നീ എൻ്റെ റബ്ബാണ്. ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ, നീ അല്ലാതെ വേറൊരു ഇലാഹില്ല, നീ അല്ലാതെ വേറെ ആരാധനില്ല. ഖലഖ്തനീ, നീയാണ് എന്നെ സൃഷ്ടിച്ചത് അല്ലാഹ്. അപ്പൊ നമ്മൾ അല്ലാഹുവോട് താഴ്മയോടുകൂടെ പറയാണ്, അല്ലാഹുവേ, നീയല്ലാതെ വേറെ റബ്ബില്ല, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീയല്ലാതെ വേറെ ആരാധ്യനില്ല. وأنا عبدك وأنا على عهدك ووعدك ما استطعت. പടച്ചവനെ, ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ നിന്റെ കരാറിന്റെ മേലിൽ, ഉടമ്പടിയുടെ മേലിൽ കഴിവിന്റെ പരമാവധി ഞാൻ എനിക്ക് കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. നിന്റെ കരാറിലായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്താ കരാർ? യാ അബ്ദുല്ലാഹി ബിനഅമത്തില്ലാഹ് اذكر العهد الذي خرجت عليه من دار الدنيا إلى دار الآخرة كنت تشهد أن لا إله إلا الله وأن محمدا رسول الله. മയ്യത്ത് ഇങ്ങനെ മറവ് ചെയ്തിട്ട് തൽഖീൻ ചെയ്യുന്ന വാക്കാണ്. അവിടെ ഒരു വാക്ക് ഉദ്ധരിക്കുന്നുണ്ട്. മരിച്ച മയ്യത്തിനോട് നമ്മൾ تلقيهم من دارنا اذكر العهد الذي خرجت عليه من دار الدنيا إلى دار الآخرة كنت عليها. നീ ഇവിടെ ജീവിച്ചിരുന്ന ഒരു കരാറുണ്ട്. തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിൽ നമ്മൾ ചൊല്ലുകയും പറയുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. പടച്ചോനെ, അതുകൊണ്ട് അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു, എന്നിൽ നിന്ന് വന്നുപോയ, ഞാൻ ചെയ്തു പോയ തിന്മകളിൽ നിന്നുള്ള ഷർറുകളെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അല്ലാഹ്, ഷർറുകളിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. എന്നിട്ട് അല്ലാഹുവോട് നമ്മൾ പറയണം, അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി. അല്ലാഹുവേ, എല്ലാ അനുഗ്രഹങ്ങളും നീയാണ് എനിക്ക് ചെയ്തു തന്നത്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട്, ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്തവനാണ്, എല്ലാം ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ലല്ലോ അല്ലാഹ്. അപ്പൊ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഏറ്റു പറയാനതിന് പറയാം. അത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. പടച്ചോനെ, ഞാനൊരു പാവമാണ്, നീയല്ലാതെ വേറെ ആരാധ്യനില്ല, ഞാൻ നിന്റെ അടിമയാണ്. അപ്പൊ ഒരു അടിമ ഉടമസ്ഥന്റെ മുമ്പിൽ ഏറ്റു പറയാൻ, ഞാൻ നിന്റെ അടിമയാണ്, എനിക്ക് വേറെ ആരുമില്ല പടച്ചോനെ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്റെ കരാറിലായിട്ടാണ് ജീവിച്ചത്, എനിക്ക് എല്ലാ അനുഗ്രഹം ചെയ്തത് നീയാണ്. പടച്ചോനെ, വല്ല പ്രശ്നം ഉണ്ടായിട്ട് എന്നെ കാത്തു രക്ഷിക്കണം, കാവൽ ചോദിക്കാതെ.
എല്ലാ അനുഗ്രഹങ്ങളും സമ്മതിക്കുന്നു. ഞാൻ തെറ്റ് ചെയ്തവനാണ്, അതും ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണേ കാരണം പാപങ്ങൾ പൊറുക്കുന്നവൻ നീയല്ലാതെ വേറാരുമല്ലല്ലോ. പാപങ്ങൾ പൊറുക്കുകയില്ല ഇല്ല അന്ത നീയല്ലാതെ. മുഅ്മിനീങ്ങളെ, വളരെ മഹത്തായ ഒരു ദിക്ർ. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനൻ ബിഹാ. ഒരാൾ പകൽ സമയത്ത് ഇതിനെ പറഞ്ഞാൽ, അതുകൊണ്ട് ഉറപ്പിച്ചിട്ട് എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി, വലിയൊരു മഹത്വമുള്ള ദിക്റാണ് എന്നൊക്കെ ഉറപ്പിച്ച ഒരാൾ ചൊല്ലി, വൈകുന്നേരം ആകുന്നതിന്റെ മുമ്പ് അവനങ്ങ് മരണപ്പെട്ടാൽ അവൻ സ്വർഗ്ഗക്കാരിൽ പെട്ടവനാണെന്ന് ഹബീബുനാ വ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ومن قالها من الليل ഒരാൾ രാത്രിയിൽ ഇത് പറഞ്ഞാൽ وهو موقن بها, അതുകൊണ്ട് നമ്മൾ ഉറപ്പിച്ചവനായിട്ട് മനസ്സിൽ ഇങ്ങനെ ചൊല്ലുമ്പോൾ തന്നെ കണ്ണു നിറഞ്ഞ റബ്ബേ നീയല്ലാതെ ഒരു ഇലാഹില്ല, നീയാണെല്ലാം പടച്ചവൻ, നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ, നീയാണ് ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, ഞാൻ പാവമാണല്ലാ, ഞാൻ നിന്റെ അടിമയാണ് റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തവനാണല്ലാ, എല്ലാ അനുഗ്രഹങ്ങളും നീ ചെയ്തവനാണ് റബ്ബേ, എന്നിട്ട് ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു അല്ലാ, ഫഗ്ഫിർലി എനിക്ക് നീ പുറത്തു തരണേ അല്ലാ, ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ലല്ലോ, നിന്റെ മുന്നിൽ ഞാൻ ഏറ്റുപറയുന്നു റബ്ബേ എനിക്ക് പുറത്തു തരണേ എന്ന് മനസ്സിൽ കരുതി ഈ ദിക്ർ വൈകുന്നേരം ഒരാൾ പറഞ്ഞാൽ അവൻ മരിച്ചു, പ്രഭാതമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അവൻ സ്വർഗ്ഗക്കാരിൽപ്പെട്ടവനാണെന്ന് ഹബീബുനാ വ ശഫീഉനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട ചൊല്ലേണ്ട ഒരു ദിക്റാണ് ഇപ്പോൾ പറഞ്ഞത്. അതിന്റെ അർത്ഥവും അത് ചൊല്ലിയാലെ ഗുണവും നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഇപ്പൊ ഒരാളെ സുബീക്കാണ് ചൊല്ലിയിട്ട് ഓനത് നല്ലൊരു വിശ്വാസത്തോടെ ചൊല്ലിയാല് മാധവിന്റെ മരിച്ചാൽ സ്വർഗ്ഗക്കാരനാണെന്ന്, അതല്ല ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നു. വൈകുന്നേരം ചൊല്ലി നേരം വെളുപ്പിന് മുമ്പ് മരിച്ച, അപ്പോ ഇൻഷാ അല്ലാഹ് എല്ലാവരും ജീവിതത്തിൽ പകർത്ത അല്ലാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ റഹ്മാനേ. നിന്റെ ത്വഅത്തിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരുക റഹ്മാനേ. റഹ്മാനും റഹീമും രാജസയ്യിദുമായ അല്ലാഹ്, നിന്റെ ഇഷ്ടദാസന്മാരിൽ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ ഞങ്ങളെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളുടെ ജോലികളിൽ, കച്ചവടങ്ങളിൽ, കുടുംബങ്ങളിൽ, സമ്പത്തിൽ, സന്താനങ്ങളിൽ, അതുപോലെ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്ത് ഞങ്ങളുടെ പ്രവാസികൾ അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും സമ്പത്തിലും സന്താനങ്ങളിലും ഒക്കെ നീ ഖൈറും ബറക്കത്തും റാഹത്തും സലാമത്തും നൽകണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റഹ്മാനേ.
റബ്ബേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലത്തിൽ സുഖമില്ലാതിരിക്കുന്ന, ഞങ്ങളുടെ കുടുംബത്തിൽ സുഖമില്ലാതിരിക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, ആശുപത്രികളിൽ കഴിയുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്. റബ്ബേ അവർക്കൊക്കെ നീ പരിപൂർണ ശിഫാ നൽകണേ റഹ്മാനെ. പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ടവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു